മുരാരി ബാബുവിനെതിരായിട്ടുള്ള വിജിലൻസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നതാണ്. വിജിലൻസ് സമഗ്രമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിനകത്ത് മുരാരി ബാബുവിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്. എന്തൊക്കെ കണ്ടെത്തലുകളാണ് വിജിലൻസ് നടത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. മുരാരി ബാബു 2019 കാലത്തിൽ, അതായത് എപ്പോഴാണോ ഈ സ്വർണ്ണപ്പാളി നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നത്, ആ കാലഘട്ടത്തിൽ 2019 ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് നമുക്ക് വേണമെങ്കിൽ മുരാരി ബാബുവിനെ വിശേഷിപ്പിക്കാം. കാരണം ഈ അനധികൃതമായി ഇതിൽ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തപ്പോഴും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം അംഗീകരിക്കുന്നതിനുമൊക്കെ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന വളരെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ആളാണ് മുരാരി ബാബു. അതുകൊണ്ട് മുരാരി ബാബുവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇങ്ങനെ ഒരു ഇടപാട് അവിടെ നടക്കില്ല എന്ന് നമുക്ക് തീർത്ത് പറയാം. അതുകൊണ്ടാണ് ഈ കേസിലെ രണ്ടാം പ്രതിയായി മുരാരി ബാബുവിനെ ഫിക്സ് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ മുരാരി ബാബുവിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നതും. അപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം പ്രതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുരാരി ബാബു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി മുരാരി ബാബു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞത്, താൻ ഈ കേസിൽ ഇരയാക്കപ്പെട്ടയാളാണ്, താൻ ഒരു ഉപകരണമായി നിന്നയാളാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ വിശ്വാസത്തിൽ എടുത്താൽ, അങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ചെയ്തത്, ആരുടെ ഉപകരണമായിട്ടാണ് നിന്നത് എന്നതിലേക്കൊക്കെ അന്വേഷണം പോകുമ്പോൾ അതിലൊരു പ്രധാനിയായി നിൽക്കാൻ പോകുന്ന ആൾ കൂടിയായിരിക്കും മുരാരി ബാബു. 1998 ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞത് അറിയാവുന്ന ഒരാൾ കൂടിയാണ് മുരാരി ബാബു. 2019 2024 പാളികൾ ചെമ്പെന്ന് തെറ്റായി രേഖപ്പെടുത്തി എന്നതാണ് മുരാരി ബാബു ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റം എന്ന് നമുക്ക് പറയാം. കാരണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇതിലെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥ തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് 1998 വിജയ് മല്യ നൽകിയത് ആ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളാണ് എന്ന അറിവുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ചെമ്പുപാളിയിൽ സ്വർണം പൂശുക? അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്താതെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ കുറ്റകരമായ ഒരു ഇടപെടൽ ഈ കാര്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ, വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുരാരി ബാബു വളരെ ബോധപൂർവം തന്നെ സ്വർണം പൊതിഞ്ഞ ഒരു ചെമ്പുപാളിയെ ചെമ്പുപാളി എന്ന് മഹസറയിലും പിന്നീട് ഔദ്യോഗിക രേഖകളിലും രേഖപ്പെടുത്തിയതിന് പിന്നിൽ മുരാരി ബാബു ഉണ്ട്. അതുകൊണ്ട് 98 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയാണ് എന്ന് അറിയാത്തയാളല്ല മുരാരി ബാബുവിനെ പോലെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഒരു പദവി കൈകാര്യം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെയാണെങ്കിൽ വളരെ ബോധപൂർവം ഇക്കാര്യത്തിൽ മുരാരി ബാബു ഇടപെട്ടു എന്ന് സംശയിക്കാൻ വക നൽകുന്നുണ്ട്. അങ്ങനെയാണ് മുരാരി ബാബു ഈ കേസിലെ രണ്ടാം പ്രതിയായത്. ഇനി നമുക്ക് നോക്കാം, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധം എന്താണ്? പോറ്റിയെ കൊണ്ട് സ്വർണം പൂശിക്കണം എന്ന് കഴിഞ്ഞ വർഷം ബോർഡിന് ശുപാർശ നൽകിയതും മുരാരി ബാബു തന്നെയാണ്. അതായത് ആദ്യം ഒരു വട്ടം കൊണ്ടുവരുന്നു, അവിടെ സ്വർണത്തിലെ അളവിൽ വ്യത്യാസമുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം വീണ്ടും 2025 സ്വർണത്തിന്റെ തിളക്കം കുറഞ്ഞു, അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സ്വർണം പൂശാൻ കൊണ്ടുപോകണം, അവിടെ ഭക്തനായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്ക് കൈമാറാമെന്നും അത് പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസ് വഴി നടത്താമെന്നും ഒക്കെ തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ ശുപാർശ നൽകിയ ആൾ കൂടിയാണ് മുരാരി ബാബു. അതുകൊണ്ട് മുരാരി ബാബുവിന്റെ അറിവോടും ഒത്താശയോടും കൂടിയല്ലാതെ ഇതുപോലൊരു തട്ടിപ്പ് അവിടെ നടത്താൻ കഴിയില്ല എന്ന് ആണ് വിജിലൻസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് വിജിലൻസിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തലായി നമുക്കിതിനെ കാണാം. അതോടൊപ്പം തന്നെ അടുത്തതായി, ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞത് എന്ന് മുരാരി ബാബുവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എന്നാണ് SIT പറയുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 98 സ്വർണം പൊതിഞ്ഞതാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ എന്ന് അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. കാരണം 2019 24 ഒക്കെ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ഇരിക്കുകയാണ്. 98 അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അറിവെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ചെമ്പുപാളി എന്ന് മുരാരി ബാബു രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ സുവ്യക്തമാണ് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത്. ഇനി സ്വർണം തട്ടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിയൊരുക്കിയത് ആരാണ് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ മുരാരി ബാബുവാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. വെറുതെ സംശയിക്കുകയല്ല, കാരണം ഇതൊക്കെ ഈ രേഖകളിൽ ഇത് സ്വർണ്ണപ്പാളിയല്ല, സ്വർണം പൊതിഞ്ഞതല്ല, ഇത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയതിലൂടെ ഇനി സ്വർണം പൂശാൻ അത് വിട്ടുകൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും പിന്നീട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തു കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഇത് സ്വർണം പൂശാൻ ഇടവരുത്തിയതുമൊക്കെ അതിന് വഴിയൊരുക്കിയത് പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലൂടെയാണ്. ആ തീരുമാനം പുറത്തു വന്നത് ഈ മുരാരി ബാബുവിലാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും അതിനുവേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കാനും മുരാരി ബാബു ഇടപെട്ടിട്ടുണ്ട് എന്ന്
എന്നതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, മുരാരി ബാബു SITയുടെ 2 കേസുകളിലും പ്രതിയാണ് എന്നുള്ളതാണ്. SIT എടുത്തിരിക്കുന്ന 2 കേസുകൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ആദ്യം സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന കേസിലും പീഡത്തിന്റെ കേസിലും ഒക്കെ തന്നെ മുരാരി ബാബു, ഈ 2 കേസുകളിലും മുരാരി ബാബു പ്രതിയായി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥനായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമായിരുന്ന ഒരു പദവിയിലിരുന്ന ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. അതോടുകൂടി ദേവസ്വം ബോർഡിലേക്കും, നേരത്തെ കോടതി പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഉന്നതരായിട്ടുള്ള ദേവസ്വം ബോർഡിലെ അംഗങ്ങളോ ജീവനക്കാരോ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ അന്വേഷണം ചെന്നെത്താൻ പാകത്തിൽ ഉള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ മുരാരി ബാബുവിൻ്റെ അറസ്റ്റിലൂടെ സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ അന്വേഷണങ്ങളും പരിശോധനകളും കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയെ നമുക്ക് ഇതിനെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.